1944 ജനുവരി 13 നടന്ന സംഭവം തൊട്ടുള്ള സാധനം വീണ്ടും വലിച്ചവിടെ കൊണ്ടുവരും. അതായത് എക്സ്പയറി കഴിഞ്ഞിട്ട് അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയ സാധനമായിരിക്കും. ഈ ചക്കിക്കൊത്ത ശങ്കരൻ അതില് ഇപ്പം നൂറ പെട്ടും പോയി, സഹിച്ചേ പറ്റേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും. എന്നാൽ രണ്ടെണ്ണം കൂടെ ഒപ്പിച്ചു വയ്ക്കാത്ത പരിപാടികളൊന്നുമില്ല. പഴയതൊന്നും വിടത്തില്ല. എടുത്ത് ഫ്രെയിം ചെയ്ത് ഇത് ചില്ലലമാരയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോളിഷ് ചെയ്യും, തിരിച്ചു വയ്ക്കും. കാരണം ആകെ അതേ ഉള്ളു. നെവിൻ പിന്നെ ഡെവിൾ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. എല്ലാവരും വിചാരിക്കും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു എന്താ പറയുന്ന ചുമ്മാ വായ്ത്താളം അടിച്ച് നടക്കുന്നതിന്. നെവിൻ ഭയങ്കരമായ പ്ലാൻഡ് ഗെയിമറാണ്. നെവിൻ്റെ വിചാരം നെവിൻ ഇപ്പോഴും എൻ്റെത് സൂപ്പർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നെവിൻ ഇരിക്കുകയാണ്. വേറെ കാര്യമുണ്ട്. പിന്നെ ബിഗ് ബോസ് കാല് പിടിച്ച് നെവിനെ കൊണ്ടുവന്നുകൊണ്ട് ബിഗ് ബോസ് നെവിനെ പറഞ്ഞു വിടത്തില്ല എന്നാണ് നെവിൻ്റെ വിചാരം. പെരുന്നാളിന് അറുക്കാൻ നിർത്തിയിരിക്കുന്ന ബലിമൃഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഷാനവാസും വേറെ 1-2 പേര് 2-3-4 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് 2-3 പേരുടെ ജോലി കളഞ്ഞു വിടുന്നു. കാര്യം ഇതുങ്ങളെല്ലാം കൂടെ വിളിക്കുന്ന ചെറിയും വായിക്കൊള്ളാത്ത സാധനങ്ങളും കൂടെ ബീപ്പ് അടിക്കാൻ വേണ്ടി 3 പേരെ എക്സ്ട്രാ ഡെയിലി വേജസിന് എടുത്ത് വെച്ചിരുന്നത്. കാര്യം ബീപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. മനസ്സിലായേ? അവസാനം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു ആശ്വാസം വന്നപ്പോൾ അവരെ 3 പേരെ പറഞ്ഞു വിട്ടു. എന്നാൽ ഇപ്പോഴും ഈ ബീപ്പ് ഇടണ്ടാത്ത എന്നാൽ ബീപ്പ് അർഹിക്കുന്ന പരിപാടികളും കൊണ്ട് നടക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പരദൂഷണം. അത് പുതിയ വിത്തിറക്കിയിരിക്കുന്നതാണ്. അതിന് പടർന്ന് പന്തലിക്കണം. പിന്നെ അനീഷ് പിന്നെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. തുടക്കം തൊട്ട് ഈ വിക്ടിം കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമല്ലാതെ ഈ കുറച്ച് സാധനങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ആരോ പഠിപ്പിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്ന്. മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരുവിധപ്പെട്ട എല്ലാവരും സാധാരണക്കാരാണ് എന്നുള്ളതാണ്. ഈ 10 പേരെ അറിയുന്നവരുടെ സ്വഭാവം എന്ന് പറയുന്നത് സാധാരണക്കാരോട് ഭയങ്കര പുച്ഛവും ഞങ്ങളെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണെന്നും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളും കോമണർ അല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം മീഡിയ പേഴ്സണാണ്. ഇതിനകത്ത് പലരും മീഡിയ പേഴ്സൺസാണ്. അത് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ടാണോ അതോ അതൊരു ഭയങ്കര ഗെയിം സ്ട്രാറ്റജി ആണെന്നും ഈ ഒറ്റപ്പെടലും സാധനമൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളവരാണെങ്കിൽ പുല്ല് വിലയും കൊടുത്തിട്ടും ഇത് മനസ്സിലാകാതെ ഈ വണ്ടി മുമ്പോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാറിൽ.